നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില ആളുകൾ മാത്രം എങ്ങനെയാണ് ജീവിതത്തിൽ വളരെ വേഗത്തിൽ സാമ്പത്തിക വിജയങ്ങൾ വെട്ടിപ്പിടിക്കുന്നതെന്ന്? അവരെക്കാൾ കഴിവുള്ളവരും കഠിനാധ്വാനം ചെയ്യുന്നവരുമായ മറ്റു പലരും എപ്പോഴും പണത്തിനു ബുദ്ധിമുട്ടുമ്പോൾ ഈ ചുരുക്കം ചിലർ മാത്രം എങ്ങനെയാണ് ഇത്രയും വലിയ പണക്കാരായി മാറുന്നത്? ഇത് വെറും ഭാഗ്യമാണോ? അതോ അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും രഹസ്യങ്ങൾ പിന്തുടരുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നാം ആധുനിക കാലത്തെ പുസ്തകങ്ങളിലോ പുതിയ സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശങ്ങളിലോ മാത്രം പരതേണ്ടതില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഭാരതീയ ചിന്താശേഷിയുടെ നെറുകയിൽ നിന്നിരുന്ന ഒരു മഹാപണ്ഡിതൻ ഇതിനുള്ള കൃത്യമായ മറുപടികൾ നൽകിയിട്ടുണ്ട്. ആ പേരാണ് ചാണക്യൻ. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിന് ചുക്കാൻ പിടിച്ച അർത്ഥശാസ്ത്രം എന്ന മഹത്തായ കൃതിയിലൂടെ ലോകത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ഭരണതന്ത്രത്തിന്റെയും അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകിയ ആ മഹാമനീഷിയുടെ ചിന്തകൾ ഇന്നും പ്രസക്തമാണ്. പണക്കാരനാകുക എന്നത് ലോട്ടറി അടിക്കുന്നതുപോലെ ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന കാര്യമല്ലെന്നും അതൊരു മാനസികാവസ്ഥയാണെന്നും നിരന്തരമായ പ്രയത്നത്തിന്റെയും കൃത്യമായ ശീലങ്ങളുടെയും ഫലമാണെന്നും ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു വ്യക്തി ഭാവിയിൽ വലിയ സാമ്പത്തിക വിജയം നേടുമെന്നതിന്റെ സൂചനകൾ അയാളുടെ ഇപ്പോഴുള്ള സ്വഭാവങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തി ഭാവിയിൽ വലിയൊരു പണക്കാരനാകാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചാണക്യനീതിയിൽ പറയുന്ന 8 സുപ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ഈ ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വലിയൊരു വിജയത്തിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ലക്ഷ്യങ്ങളും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയുടെ രഹസ്യങ്ങളും നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. നിശബ്ദമായി പ്രവർത്തിക്കുക, നിങ്ങളുടെ വിജയം സംസാരിക്കട്ടെ എന്നതാണ് ആ അടിസ്ഥാന പ്രമാണം. ഈ വിലപ്പെട്ട അറിവുകൾ നിങ്ങളിലേക്കെത്തുമ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ ലക്ഷണം, നിങ്ങളുടെ ലക്ഷ്യങ്ങളും പദ്ധതികളും രഹസ്യമായി സൂക്ഷിക്കാനുള്ള നിങ്ങളുടെ അപാരമായ കഴിവ്. ചാണക്യനീതിയിലെ ഏറ്റവും പ്രശസ്തമായ ഉപദേശങ്ങളിൽ ഒന്നാണിത്. നിങ്ങളുടെ ഭാവി പരിപാടികൾ, നിങ്ങൾ തുടങ്ങാൻ പോകുന്ന പുതിയ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ നിക്ഷേപിക്കാൻ പോകുന്ന മേഖലകൾ ഇവയൊന്നും ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കുവെക്കരുത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? മനുഷ്യന്റെ മനസ്സ് വളരെ സങ്കീർണമാണ്. നിങ്ങൾ നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ എല്ലാവരും അത് സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ പോലും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയേക്കാം. ഇത് നടക്കാൻ പോകുന്നില്ലെന്നും ഇതിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായേക്കാമെന്നും പറഞ്ഞ് അവർ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും. ഇനി ചിലർക്ക് നിങ്ങളോട് അസൂയ തോന്നാനും നിങ്ങളുടെ പദ്ധതികൾ തകർക്കാൻ വേണ്ടി രഹസ്യമായി ശ്രമിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പണക്കാരനാകാൻ പോകുന്ന ഒരാളുടെ ഏറ്റവും വലിയ ലക്ഷണം അയാളുടെ നിശബ്ദതയാണ്. അവർ സംസാരിക്കുന്നത് കുറവായിരിക്കും, എന്നാൽ അവരുടെ മനസ്സിൽ വലിയ പദ്ധതികൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവർ തങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ആരെയും അറിയിക്കില്ല. ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും ഒരുപോലെ അപ്രവചനീയമായ രീതിയിലായിരിക്കും അവരുടെ സഞ്ചാരം. നിങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾ രഹസ്യമായി വെക്കാനും ലക്ഷ്യം നേടുന്നതുവരെ അതിനെക്കുറിച്ച് ആരോടും സംസാരിക്കാതിരിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സമ്പന്നനാകാനുള്ള ആദ്യത്തെ പടിയാണ്. രണ്ടാമത്തെ ലക്ഷണം, സമയത്തോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് പണമല്ല, മറിച്ച് സമയമാണ് എന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. നഷ്ടപ്പെട്ട പണം നമുക്ക് തിരികെ സമ്പാദിക്കാം. നഷ്ടപ്പെട്ട ആരോഗ്യം ഒരു പരിധിവരെ വ്യായാമത്തിലൂടെയും ചികിത്സയിലൂടെയും വീണ്ടെടുക്കാം. എന്നാൽ കഴിഞ്ഞുപോയ ഒരു സെക്കൻഡ് പോലും ലോകത്തിലെ മുഴുവൻ സമ്പത്ത് കൊടുത്താലും നമുക്ക് തിരികെ വാങ്ങാൻ സാധിക്കില്ല. ഭാവിയിൽ വലിയ നിലയിലെത്തുന്ന ആളുകൾക്ക് സമയത്തിന്റെ ഈ വില കൃത്യമായി അറിയാം. അവർ ഒരു നിമിഷം പോലും വെറുതെ കളയില്ല. അനാവശ്യമായ സംസാരങ്ങൾക്കോ മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറ്റം പറച്ചിലുകൾക്കോ വെറുതെ സമയം കൊല്ലുന്ന വിനോദങ്ങൾക്കോ അവർ സ്വന്തം സമയം മാറ്റിവെക്കില്ല. പകരം ഓരോ നിമിഷവും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്വന്തം ലക്ഷ്യത്തിലേക്ക് എങ്ങനെ വേഗത്തിലെത്താം എന്ന് ചിന്തിക്കാനും അവർ സമയം വിനിയോഗിക്കും. അവർക്ക് കൃത്യമായൊരു ദിനചര്യയുണ്ടായിരിക്കും. അതിരാവിലെ എഴുന്നേൽക്കുന്നതും ദിവസത്തെ പ്ലാൻ ചെയ്യുന്നതും അവരുടെ ശീലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം സമയത്തെ ബഹുമാനിക്കുന്നുവോ അത്രമാത്രം കാലം നിങ്ങളെ ബഹുമാനിക്കും. സമയം പാഴാക്കുന്നവർ ഒരിക്കലും സാമ്പത്തിക വിജയം നേടിയിട്ടില്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് സമയത്തിന്റെ വില മനസ്സിലാകുകയും നിങ്ങളുടെ ഓരോ മണിക്കൂറുകളും ഉൽപ്പാദനക്ഷമമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തുവെങ്കിൽ അത് ലക്ഷ്മീദേവി നിങ്ങളെ കടാക്ഷിക്കാൻ തുടങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. മൂന്നാമത്തെ ലക്ഷണം, നിരന്തരമായി പുതിയ അറിവുകൾ നേടാനുള്ള അടങ്ങാത്ത ആഗ്രഹം. ചാണക്യൻ എപ്പോഴും അറിവിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. വിദ്യയുള്ളവനെ എവിടെയും പൂജിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു യഥാർത്ഥ സമ്പന്നൻ ഒരിക്കലും തനിക്ക് എല്ലാം അറിയാം എന്ന് അഹങ്കരിക്കുന്നവനല്ല. ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യ മാറുന്നു, സാമ്പത്തിക രംഗം മാറുന്നു, മനുഷ്യരുടെ താൽപ്പര്യങ്ങൾ മാറുന്നു. അതുകൊണ്ടുതന്നെ ഇന്നത്തെ അറിവ് നാളത്തേക്ക് മതിയാകണമെന്നില്ല. വലിയ പണക്കാരാകാൻ പോകുന്നവർ എപ്പോഴും നല്ല വിദ്യാർത്ഥികളായിരിക്കും. അവർ പുസ്തകങ്ങൾ വായിക്കും, പുതിയ ബിസിനസ് തന്ത്രങ്ങൾ പഠിക്കും, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധമുണ്ടായിരിക്കും.
അവർ തങ്ങളുടെ മേഖലയിലെ പുതിയ അറിവുകൾ സമ്പാദിക്കാൻ പണവും സമയവും ചിലവാക്കാൻ മടികാണിക്കില്ല. കാരണം അവർക്കറിയാം തലച്ചോറിലേക്കുള്ള നിക്ഷേപമാണ് ഏറ്റവും വലിയ ലാഭം നൽകുന്നതെന്ന്. ഒരാളുടെ കയ്യിൽ നിന്നും പണമോ പ്രതാപമോ ആർക്കും മോഷ്ടിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ അയാളുടെ തലച്ചോറിലെ അറിവിനെ മോഷ്ടിക്കാൻ ആർക്കും കഴിയില്ല. ആ അറിവ് ഉപയോഗിച്ച് അയാൾക്ക് വീണ്ടും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അദമ്യമായ ആഗ്രഹമുണ്ടെങ്കിൽ, പുസ്തകങ്ങളെയും അറിവുള്ളവരെയും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പിച്ചോളൂ, നിങ്ങൾ സമ്പത്തിന്റെ പാതയിലാണ്. നാലാമത്തെ ലക്ഷണം സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള അപാരമായ കഴിവ്, പ്രത്യേകിച്ച് ദേഷ്യവും അത്യാഗ്രഹവും. ചാണക്യനീതി പ്രകാരം മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അവനവന്റെ ഉള്ളിൽ തന്നെയുള്ള ഈ വികാരങ്ങളാണ്. അമിതമായ ദേഷ്യം കാരണം പലരും വലിയ ബിസിനസ് ബന്ധങ്ങളും നല്ല സുഹൃത്തുക്കളെയും നഷ്ടപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ അമിതമായ അത്യാഗ്രഹം മനുഷ്യരെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും പെട്ടെന്ന് പണക്കാരനാകാൻ കുറുക്കുവഴികൾ തേടാനും പ്രേരിപ്പിക്കും. അത് അവസാനം വലിയ നാശത്തിലേക്കായിരിക്കും അവരെ കൊണ്ടെത്തിക്കുക. ഭാവിയിൽ പണക്കാരനാകാൻ പോകുന്ന ഒരാൾ എപ്പോഴും ശാന്തനായിരിക്കും. പ്രകോപനപരമായ സാഹചര്യങ്ങളിൽ പോലും അവർ സമചിത്തത കൈവിടില്ല. വൈകാരികമായി അവർ തീരുമാനങ്ങൾ എടുക്കില്ല, മറിച്ച് യുക്തിപരമായി ചിന്തിച്ചു മാത്രമേ അവർ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കൂ. ആരെങ്കിലും അവരെ അപമാനിച്ചാൽ അവർ അവിടെ വെച്ച് തർക്കിച്ച് സമയം കളയില്ല. പകരം ആ അപമാനത്തെ അവർ തങ്ങളുടെ ലക്ഷ്യത്തിലെത്താനുള്ള ഒരു ഇന്ധനമാക്കി മാറ്റും. ചാണക്യന്റെ സ്വന്തം ജീവിതം തന്നെ ഇതിനൊരു വലിയ ഉദാഹരണമാണ്. നന്ദരാജാവായ ധനനന്ദൻ ചാണക്യനെ സഭയിൽ വെച്ച് അപമാനിച്ചപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് വലിയ യുദ്ധത്തിന് മുതിർന്നില്ല. പകരം തന്റെ ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് മൗര്യസാമ്രാജ്യം സ്ഥാപിക്കുകയും നന്ദവംശത്തെ വേരോടെ പിഴുതെറിയുകയുമാണ് ചെയ്തത്. സ്വന്തം വികാരങ്ങളെ, വിശേഷിച്ച് ദേഷ്യത്തെ നിങ്ങൾ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വിജയത്തിന്റെ തുടക്കമാണ്. അഞ്ചാമത്തെ ലക്ഷണം പണത്തോടുള്ള കൃത്യമായ അച്ചടക്കവും സമ്പാദ്യശീലവും. എത്ര പണം നമ്മൾ സമ്പാദിക്കുന്നു എന്നതിലല്ല, എത്ര പണം നമ്മൾ സൂക്ഷിച്ചുവെക്കുന്നു എന്നതിലാണ് യഥാർത്ഥ വിജയമിരിക്കുന്നത്. പലർക്കും നല്ല വരുമാനമുണ്ടാകാറുണ്ട്, എന്നാൽ അവരുടെ ചിലവുകൾ വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അനാവശ്യമായി ആഡംബര വസ്തുക്കൾ വാങ്ങുക, വലിയ കാറുകൾ വാങ്ങുക തുടങ്ങിയ ശീലങ്ങൾ സാമ്പത്തിക തകർച്ചയുടെ ലക്ഷണങ്ങളാണ്. എന്നാൽ ഭാവിയിൽ സമ്പന്നനാകാൻ പോകുന്ന വ്യക്തി പണത്തെ വളരെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യും. ഇന്നത്തെ ചെറിയ സന്തോഷങ്ങളെക്കാൾ നാളത്തെ വലിയ സുരക്ഷിതത്വത്തിന് അവർ പ്രാധാന്യം നൽകും. അവർ കൃത്യമായി പണം സമ്പാദിക്കുകയും അത് ശരിയായ രീതിയിൽ നിക്ഷേപിക്കുകയും ചെയ്യും. ചാണക്യൻ പറയുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കാൻ സമ്പാദിച്ചുവെച്ച പണം മാത്രമേ ഉണ്ടാകൂ എന്നാണ്. അതുകൊണ്ട് പണത്തിന്റെ മൂല്യം അറിഞ്ഞ് ചിലവാക്കുന്ന സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങൾ ഷോ ഓഫ് ചെയ്യാൻ താൽപ്പര്യപ്പെടാത്ത ആളാണെങ്കിൽ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് നിങ്ങൾ ആരോടും പറയാറില്ലെങ്കിൽ, നിങ്ങൾ സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്ന് മനസ്സിലാക്കാം. ആറാമത്തെ ലക്ഷണം തോൽവികളിൽ തളരാത്ത മനസ്സ്. വിജയത്തിലേക്കുള്ള വഴി എപ്പോഴും പൂക്കൾ വിരിച്ചതായിരിക്കില്ല. അതിൽ നിറയെ കല്ലുകളും മുള്ളുകളും ഉണ്ടാകും. പലതവണ വീഴുകയും പരാജയപ്പെടുകയും ചെയ്യാം. എന്നാൽ സാധാരണക്കാർ ആദ്യത്തെ ഒന്നോ രണ്ടോ പരാജയങ്ങളിൽ തന്നെ തങ്ങളുടെ ലക്ഷ്യം ഉപേക്ഷിച്ച് പഴയ ജീവിതത്തിലേക്ക് മടങ്ങും. എന്നാൽ സമ്പന്നനാകാൻ പോകുന്ന വ്യക്തിയുടെ ലക്ഷണം അതല്ല. അവർ പരാജയങ്ങളെ ഒരു പാഠമായി കാണുന്നു. ഓരോ തോൽവിയിൽ നിന്നും എന്താണ് തെറ്റിയതെന്ന് അവർ പഠിക്കുന്നു. അടുത്ത തവണ കൂടുതൽ കരുത്തോടെ അവർ തിരിച്ചുവരുന്നു. ചാണക്യൻ പറയുന്നത്, ഒരു സിംഹം ഇരപിടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഇര വഴുതിപ്പോയേക്കാം, എന്നാൽ സിംഹം ഒരിക്കലും തന്റെ ഇരതേടൽ അവസാനിപ്പിക്കുന്നില്ല. പൂർവാധികം ശക്തിയോടെ അത് വീണ്ടും ആക്രമിക്കുന്നു. ഈ സിംഹത്തിന്റെ മനോഭാവമാണ് വലിയ നേട്ടങ്ങൾ കൊയ്യുന്നവർക്ക് ഉണ്ടാകേണ്ടത്. നിങ്ങൾ ബിസിനസ്സിലോ ജീവിതത്തിലോ പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം, എന്നാൽ അതിൽ തളർന്നിരിക്കാതെ ആ തെറ്റുകൾ തിരുത്തി വീണ്ടും പുതിയൊരു പോരാട്ടത്തിന് നിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ ആ ഇച്ഛാശക്തിയാണ് നിങ്ങളെ പണക്കാരനാക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഘടകം. ഏഴാമത്തെ ലക്ഷണം ശരിയായ കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കാനുള്ള വിവേകം. ചാണക്യനീതിയിൽ കൂട്ടുകെട്ടുകൾക്ക് വളരെ വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾ ആരായിത്തീരും എന്നത് നിങ്ങൾ ആരുമായാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അലസന്മാരും എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറയുന്നവരും ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവുമില്ലാത്തവരുമായ ആളുകൾക്കൊപ്പമാണ് നിങ്ങളുടെ നടപ്പെങ്കിൽ നിങ്ങളും വൈകാതെ അവരെപ്പോലെ ആയിത്തീരും. എന്നാൽ ഭാവിയിൽ വിജയങ്ങൾ സ്വന്തമാക്കാൻ പോകുന്ന ആളുകൾ എപ്പോഴും തങ്ങളെക്കാൾ അറിവുള്ളവരും ജീവിതത്തിൽ പോസിറ്റീവ് ലക്ഷ്യങ്ങൾ ഉള്ളവരുമായ ആളുകളെ മാത്രമേ ഒപ്പം നിർത്തൂ. അനാവശ്യമായ സൗഹൃദങ്ങൾ അവർ ഒഴിവാക്കും. സജ്ജന സംസർഗം മനുഷ്യനെ ഉന്നതിയിലേക്ക് നയിക്കും എന്നാണ് ചാണക്യൻ പറയുന്നത്. നിങ്ങളുടെ ചുറ്റും നല്ല ചിന്തകൾ പങ്കുവയ്ക്കുന്ന, നിങ്ങളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളുടെ വളർച്ചയിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്ന ചുരുക്കം ചില സുഹൃത്തുക്കളെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരിയായ തീരുമാനങ്ങളെയാണ് കാണിക്കുന്നത്. തെറ്റായ ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഗുണമാണ്. എട്ടാമത്തെ ലക്ഷണം അധ്വാനിക്കാൻ കാണിക്കുന്ന സന്നദ്ധതയും എപ്പോഴും കർമ്മനിരതനായിരിക്കാനുള്ള ആഗ്രഹവും. ഭാഗ്യം കൊണ്ട് മാത്രം ആരും സ്ഥിരമായി പണക്കാരായിട്ടില്ല. കഠിനാധ്വാനത്തിന് പകരമായി വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ഭാവിയിൽ പണക്കാരനാകാൻ പോകുന്ന വ്യക്തി
ഒരിക്കലും ഭാഗ്യത്തെ പഴിചാരി വീട്ടിലിരിക്കില്ല. അവർ സ്വന്തം അധ്വാനത്തിൽ വിശ്വസിക്കുന്നു. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അത് ചെയ്തു തീർക്കാനുള്ള മനസ്സ് അവർ കാണിക്കും. അവർ ഒഴിവുകഴിവുകൾ പറയില്ല. എനിക്കതിനുള്ള സാഹചര്യമില്ല, എനിക്ക് പണമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള വിലാപങ്ങൾ അവർ നടത്തില്ല. പകരം ഉള്ള സാഹചര്യങ്ങൾ വെച്ച് എന്തു ചെയ്യാൻ കഴിയും എന്നവർ നോക്കും. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി വലിയ കാര്യങ്ങളിലേക്ക് അവർ വളരും. ഇരുന്ന് സ്വപ്നം കാണുക മാത്രമല്ല, ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ട കർമ്മങ്ങൾ അവർ നിത്യവും ചെയ്യും. ഇന്ന് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നാളെ വലിയ ഫലം നൽകുമെന്ന് അവർക്ക് നന്നായി അറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ അലസതയ്ക്ക് സ്ഥാനമില്ലെങ്കിൽ, നിങ്ങൾ എപ്പോഴും കർമ്മനിരതനാണെങ്കിൽ ഉറപ്പായും വിജയത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. ഈ 8 ലക്ഷണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു വിജയമാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായും സാമ്പത്തിക വിജയം എന്നത് ഒരു കലയാണ്, അതൊരു ശാസ്ത്രമാണ്. ചാണക്യന്റെ ഈ മഹത്തായ ആശയങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിലേക്ക് പകർത്തുന്നവർക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ആ അദൃശ്യ ശക്തിയെ തിരിച്ചറിയുക, ലക്ഷ്യങ്ങളിലേക്ക് നിശബ്ദമായി കുതിക്കുക.